മലയോര പഞ്ചായത്തുകൾക്കും നീലേശ്വരം മുനിസിപ്പാലിറ്റിക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ ചീമേനിയിൽ അഗ്നിരക്ഷാ നിലയം പ്രവർത്തനം ആരംഭിച്ചു. മലയോരത്തിന്റെ കവാടമായി അറിയപ്പെടുന്ന ചീമേനിയിൽ നിലയം വന്നതോടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. കയ്യൂർ ചീമേനിയിൽ പുതുതായി അനുവദിച്ച അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി കെട്ടിടം പൂർത്തിയാവും വരെ കയ്യൂർ ടൗണിലെ സർവീസ് ബാങ്കിന്റെ കെട്ടിടത്തിലാണ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചത്. കയ്യൂർ ചീമേനി, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, കിനാനൂർ, കരിന്തളം എന്നീ പഞ്ചായത്തുകൾ പൂർണ്ണമായും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും നീലേശ്വരം മുനിസിപ്പാലിറ്റികളിലെ ചില വാർഡുകളും ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേഷൻ പരിധി. കയ്യൂരിൽ നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ MLA അഗ്നിരക്ഷാ നിലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് സ്റ്റാഫിനൊരു ബിഗ് സല്യൂട്ട്. അധ്യാപക ഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ തന്നെ പരിശീലനം ഉണ്ടായതുകൊണ്ട് അത് ഉദ്ഘാടന പരിപാടിയായാലും അതിന് എത്താനൊരു സന്നദ്ധത എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായതിലാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. വളരെ അധികം വിശദീകരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കേരള സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ നാടിന്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അത്തരം സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സഹായകരമായിട്ടുള്ള രീതിയിലാണ് ഇത്തരം സേനാ വിഭാഗങ്ങളുടെ കൂടുതൽ യൂണിറ്റുകളും കൂടുതൽ സേവനവും കാലോചിതമായി അതിനാവശ്യമായിട്ടുള്ള സംരംഭങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ ഓഫീസർ P വിനീത്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ K വിനീഷ്, തൃക്കരിപ്പൂർ ഓഫീസർ KV പ്രഭാകരൻ, കാഞ്ഞങ്ങാട് സ്റ്റേഷൻ ഓഫീസർ ആദർശ് അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PB ഷീബ, പഞ്ചായത്ത് അംഗങ്ങളായ P രവീന്ദ്രൻ, M ഗീത, ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി PV പവിത്രൻ, സർവീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PV സുമേഷ്, ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി അംഗം KM ലതീഷ്, ഹോം ഗാർഡ്സ് അസോസിയേഷൻ ഭാരവാഹി K രമേശൻ, CPM ലോക്കൽ സെക്രട്ടറി K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചീമേനി നിലയത്തിന് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ 3 സ്ഥിരം ജീവനക്കാരും പ്രവർത്തന ക്രമീകരണം വഴിയും താൽക്കാലികക്കാരുമായി 21 പേരെയുമാണ് നിയമിച്ചിട്ടുള്ളത്. ഒരു വാട്ടർ ടെൻഡറും ഒരു മിനി വാട്ടർ മിസ്റ്റും ഉൾപ്പെടെ 2 വാഹനങ്ങളാണ് ചീമേനി നിലയത്തിന് അനുവദിച്ചിട്ടുള്ളത്. ചീമേനി ടൗണിൽ നിന്നും പോതാവൂർ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് 3 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് സംസ്ഥാന സർക്കാരിന്റെ 3 കോടി രൂപയും 15ാം ധനകാര്യ കമ്മീഷനിൽ കേന്ദ്ര സർക്കാരിന്റെ 2.3 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. 046722 231101 ചീമേനി സ്റ്റേഷനിലെ ഫോൺ നമ്പർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.